ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പരിപ്പും പടവലങ്ങയും ചേർത്തിട്ടുണ്ടാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരൻ്റെ വീഡിയോ ആയിട്ടാണ്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഞാനിതിന് വേണ്ടി അരക്കപ്പ് തുവരപ്പരിപ്പ് 1 മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം നല്ലപോലെ കഴുകി അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി എടുത്തു വെച്ചിട്ടുള്ളതാണിത്. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ 3 കപ്പ് പടവലങ്ങ, 4 ടേബിൾ സ്പൂൺ തേങ്ങ, ഒരു 4 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഈ പരിപ്പിലേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചൊന്ന് വേവിക്കാൻ വെക്കാം. ഇത് കുക്കറിൽ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുതിർത്ത് വെച്ചതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. പരിപ്പിലെ വെള്ളമൊക്കെ കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നല്ല പാകത്തിന് വെന്തും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് അങ്ങ് വേവിച്ച് ഉടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിതുപോലെ ഇങ്ങനെ അമർത്തി നോക്കുന്ന സമയത്ത് ഒന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മാത്രം മതിയാവും. ഇനി ഇതിലെ വെള്ളം കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാം. ഈ സമയം ഇതിലേക്ക് വേണ്ട തേങ്ങ ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ തേങ്ങയും പച്ചമുളകും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ പരിപ്പിലെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്ത് നിന്ന് മാറ്റി വെക്കാം. ഇനി ഒരു ചീനച്ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയം ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉഴുന്നുപരിപ്പ് മൂത്ത് വരുന്ന സമയം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പടവലങ്ങയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. പടവലങ്ങയൊക്കെ ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 3-4 മിനിറ്റ് കൂടി അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പരിപ്പും പടവലങ്ങയൊക്കെയായി നല്ലപോലെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ ആ തേങ്ങയുടെ ഒരു പച്ചമണമൊക്കെ മാറി കിട്ടുന്നതിന് വേണ്ടി 1-2 മിനിറ്റ് കൂടി ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുപ്പത്ത് നിന്നും മാറ്റി വെക്കാം. ഇപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പടവലങ്ങ തുവരപ്പരിപ്പ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെയായി വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.